സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് കർത്താവ് ഒരുക്കിയ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുകയാണ്. വളരെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾ പലരും യുദ്ധഭീഷണിയിൽ, യുദ്ധത്തിൻ്റെ ഞെരുക്കത്തിൽ കഴിയുമ്പോൾ ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ കർത്താവ് അത്ഭുതകരമായ ദൈവീക ഇടപെടലിന് വേണ്ടി നമ്മളിലൂടെ ഒരുക്കപ്പെടുന്നൊരു ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക. സ്വരമുയർത്തി പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകളടച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പലരും ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധത്തിൻ്റെതായിട്ടുള്ള കെടുതികൾ അനുഭവിച്ച് കഴിയുന്നുണ്ട്. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന പലരും ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ അത്രമേലുള്ള വലിയ ഞെരുക്കത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് ദേശങ്ങളിലുമുള്ളവർ ശ്രദ്ധിക്കുക, നമ്മുടെ സഹോദരങ്ങൾ ഇതാ വലിയ കണ്ണുനീരിലും ഞെരുക്കത്തിലുമാണ്. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കണമേ എന്ന് ഓരോ വ്യക്തിയും ഉള്ളുരുകി പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരുക്കിയ ഒരു അത്ഭുത സമയമാണ്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ദൈവമേ, അങ്ങയുടെ അതിശക്തമായ ഒരു ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പ്രാർത്ഥനാ വരം നൽകണമേ. അത്ഭുതകരമായൊരു ദൈവശക്തി നിറയപ്പെടട്ടെ. പ്രാർത്ഥനാ ശക്തി യുദ്ധശക്തിയെ കെടുത്തിക്കളയും. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, പ്രാർത്ഥനയുടെ ശക്തിയാൽ യുദ്ധശക്തിയെ തകർക്കാൻ പറ്റും. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തി, പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ ദേശത്ത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ദുഷ്ടശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ കർത്താവേ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണണം, ഇതാ ഇസ്രായേൽ ദേശത്തെ യുദ്ധത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കാൻ അമലേക്യർ വന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഇതാ അമലേക്യര് ഇസ്രായേൽ ജനതയെ പീഡിപ്പിക്കാൻ കടന്നു വരുമ്പോൾ മോശ, അഹറോൻ, ഹൂർ അവർ മലമുകളിൽ ഉയർത്തി നിർത്തിയ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. തിരുവചനം പഠിപ്പിക്കുന്നു, സ്വർഗത്തിന്റെ ശക്തി ആ ദേശത്തേക്ക് ഇറങ്ങി വന്നു. ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചത് സ്വർഗത്തിന്റെ ശക്തിയാണ്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മോശ കൈകൾ ഉയർത്തിപ്പിടിച്ചതുപോലെ കർത്താവേ ഞങ്ങളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്, നിന്റെ നെടുവീർപ്പുകൾക്ക് ഉത്തരമുണ്ട്, നിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വികാര വിചാരങ്ങൾക്ക് ഉത്തരമുണ്ട്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ സംഭവിക്കുവാൻ അതിശക്തമായ കൃപ ചൊരിയപ്പെടണമേ എന്ന് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആബാപിതാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുത വിടുതലുകൾ സംഭവിക്കപ്പെടട്ടെ. അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കപ്പെടട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, 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 ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാവരും വിശ്വസിക്കുന്നു, കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവ്, ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ആഞ്ഞടിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ആഞ്ഞടിക്കട്ടെ. പ്രാർത്ഥന വരം ലഭിക്കട്ടെ. തകർന്ന മനസ്സുകളെ പരിശുദ്ധാത്മാവ് പുനർജീവിപ്പിക്കട്ടെ. ശക്തി, the mighty power, ഓരോരുത്തരും വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശക്തി യുദ്ധശക്തിയെ അതിജീവിക്കും. വിശ്വസിക്കുന്നു കർത്താവേ, തിന്മയ്ക്കെതിരെ അങ്ങ് ശക്തമായി പ്രവർത്തിക്കണമേ. കർത്താവേ, യുദ്ധ കൊതിയന്മാരെ കർത്താവേ അങ്ങ് നിർവീര്യമാക്കണമേ. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുത ശക്തി വെളിപ്പെടട്ടെ.
കനിയണമേ. അഭിഷേകം അഭിഷേകം പകരണമേ. ചേർന്ന് പാടട്ടെ. ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. ചേർന്ന് ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ. അഗ്നിമാവുകളിന്മേൽ പതിയണമേ. അഗ്നിമാവുകളിന്മേൽ പതിയണമേ. അഗ്നിമാവുകളിന്മേൽ പതിയണമേ. കരങ്ങൾ ഉയർത്തി. അഗ്നിമാവുകളിന്മേൽ പതിയണമേ. ആത്മാവേ ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. പഠിക്കേ. ആത്മാവേ കനിയണമേ. അഭിഷേകം പകരണമേ. ഇപ്പോൾ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. അതായത് നമ്മൾ വിശ്വസിക്കണം, പ്രാർത്ഥനയുടെ ശക്തി യുദ്ധശക്തിയെ അതിജീവിക്കും. പറഞ്ഞേ, പ്രാർത്ഥനയുടെ ശക്തി യുദ്ധശക്തിയെ അതിജീവിക്കും. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ ഭാരത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. ഈ ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഒത്തിരിയേറെ ദൈവമക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിതത്തിൽ അങ്ങേയറ്റം ഇൻസെക്യൂരിറ്റി, അരക്ഷിതാവസ്ഥ, ശാരീരികമായും മാനസികമായും ആത്മീയമായും തകർക്കപ്പെട്ട ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനം 147 വചനം 3. ഏതാ വചനം? അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. വലതുകരമുയർത്തി വചനമേറ്റ് പറയുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ട പലരും ശാരീരികമായും തകർന്ന്, മാനസികമായും തകർന്ന്, ആത്മീയമായും തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പല ദേവാലയങ്ങളും അടയ്ക്കപ്പെട്ടു. ആത്മീയമായി ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. മാനസികമായി അങ്ങേയറ്റം ഞെരുക്കത്തിൽ കഴിയുന്നു. മാനസികമായി അങ്ങേയറ്റം ഞെരുക്കത്തിൽ, നന്നായി ഒന്നുറങ്ങാൻ പോലും പറ്റാതെ വിഷമിക്കുന്ന ഒത്തിരി പേര്. എന്താകുമെന്നറിയാതെ ജീവിതത്തിൽ ഈ ഗൾഫിലെ മണലാരണ്യത്തിലോട്ട് പോയത്, ഈ നാട്ടിൽ നിന്നൊക്കെ പോയത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ജീവിതത്തിൽ അതെല്ലാം കൈവിട്ടു പോകുമോ എന്നുള്ള ഭാരത്തിൽ കഴിയുന്നവരുണ്ട്. അതേസമയം തന്നെ ശാരീരികമായി ഞെരുക്കത്തിൽ, യുദ്ധക്കെടുതിയിൽ പെട്ടവരുണ്ട്. നമ്മൾ അവർക്കൊക്കെ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാത്തനങ്ങൾ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊള്ളണമേ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് ഒരു വചനം എഴുതുക. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം 15-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 50 വേഴ്സ് 15. 50-ാം അധ്യായം 15-ാം തിരുവചനം. ഈ വചനം നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട ദൈവവചനമാണ്. സങ്കീർത്തനം 50:15. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കുകയും നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
പലതകരം ഉയർത്തിപ്പിടിച്ച ആ വചനം ഒന്ന് ഏറ്റുപറഞ്ഞേ. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനർത്ഥകാലത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ കാലഘട്ടം. അനർത്ഥകാലമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ലോകരാജ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം വിധിച്ച് കളിയാക്കാനല്ല, പരസ്പരമുള്ള വൈരാഗ്യം വെറുപ്പ് വർദ്ധിപ്പിക്കാനല്ല, മറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവമക്കൾ നന്നായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പ്രാർത്ഥന ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ട സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ട സമയമാണ്. ആത്മീയമായി വളരാൻ പല പല മേഖലകളും കർത്താവ് നമുക്ക് തരുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഗൾഫ് നാടുകളിലായിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവുന്ന ഈ ഞെരുക്കം, ഈ കഷ്ടത, ഇതെന്തിനാണെന്നറിയോ? ആത്മീയമായി വളരാനുള്ള ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കണം. ഏത് തരത്തിലുള്ള അനർത്ഥത്തെയും നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള അനർത്ഥം, എത്ര ദുരന്തങ്ങൾ ഉണ്ടായാലും, പ്രളയമുണ്ടാകുമ്പോഴും സുനാമി ഉണ്ടാകുമ്പോഴും കൊറോണ ഉണ്ടാകുമ്പോഴും യുദ്ധഭീഷണി ഉണ്ടാകുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഒരു അനർത്ഥമാണ്, ഒരു അപകടമാണ്, ജീവിതത്തിലെ ദുരന്തരമായിട്ട് കണക്കാക്കാനല്ല, മറിച്ച് അത് ആത്മീയമായിട്ട് വളരാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ അത് ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെട്ടു പോകും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ തന്നെ അവിടെ ബോംബ് വീണു, ഇവിടെ ഇങ്ങനെയായി, അവിടെ അങ്ങനെയായി, ഇനി എന്ത് ചെയ്യും? ഓർത്തുകൊണ്ടിരിക്കുന്തോറും ഭാരം, ഓർത്തുകൊണ്ടിരിക്കുന്തോറും ഭാരം. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഇതിനെ ഒരു അവസരമായി, ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി? ആത്മീയമായിട്ട് വളരുന്നതിനുള്ള ഒരു അവസരമാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ഒരു ദുരന്തവും ഒരു പരാജയമല്ല, മറിച്ച് അത് ആത്മീയമായി വിജയിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രാർത്ഥനാ ശക്തി യുദ്ധശക്തിയെ നമുക്ക് കെടുത്തിക്കളയാം. പ്രാർത്ഥനാ ശക്തിയാൽ യുദ്ധശക്തിയെ നമുക്ക് കെടുത്തിക്കളയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം ഒന്ന് തുറന്നു വായിച്ച്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്തെത്തിയിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മൾ ഇവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് നിങ്ങളിത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളിത് വിശ്വസിക്കണം. ഏത് അവസ്ഥയാണെങ്കിലും നീ 100% വിശ്വസിച്ചു കൊള്ളുക, എന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. വലതുകരം നെഞ്ചത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ്, എന്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എഫേസോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14. 2-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം വായിക്കാം. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. പലതരം ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ പറഞ്ഞേ, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്. ശത്രുതയുടെ മതിലുകൾ ദൈവം തകർക്കണം. ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ഏതൊക്കെ രാജ്യങ്ങൾ, ഏതൊക്കെ ലോകരാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിലാണോ ശത്രുത, കർത്താവേ ആ ശത്രുതയുടെ മതിലുകൾ തകർക്കണം. കർത്താവേ
വിശുദ്ധ പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 2:14 ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിലേറ്റു പറയാം, അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ദൈവമേ 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 അങ്ങ് പ്രവർത്തിക്കണമേ, ശത്രുതയുടെ മതിലുകൾ തകർക്കണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്, എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് തൃപ്പാത്തലങ്ങൾ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളമേ. ആമേൻ ആമേൻ ആമേൻ. അപ്പൊ നമ്മൾ വിശ്വസിക്കണം, അവൻ നമ്മുടെ സമാധാനമാണ്, ശത്രുതയുടെ ഭിത്തികൾ യേശു ഇതാ തകർക്കുന്നു. നമ്മളത് വിശ്വസിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 14:27 ഒന്ന് തുറന്നു വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14:27, 14 അധ്യായം അതിൻ്റെ 27 തിരുവചനം വായിച്ചേ. ജോൺ 14:27. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഹല്ലേലൂയാ. ഇതാ വചനം പഠിപ്പിക്കുകയാണ്, ലോകം നൽകാത്ത സമാധാനം നിനക്ക് യേശു നൽകും. വിശ്വസിക്കണം. ഈ ദുരിതപീഠതയിൽ, യുദ്ധക്കെടുതിയിൽ കഴിയുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കണം, എൻ്റെ സമാധാനം ഈ ലോക നേതാക്കൾ നൽകുന്നതല്ല, ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന ശമ്പളത്തിൻ്റെ ഭാഗമല്ല, ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളല്ല, മറിച്ച് യേശു നൽകുന്നതാണ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമ്മുടെ മുമ്പിലുള്ള ഈ ലോകം വെച്ച് നീട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടാലും യേശു ഉണ്ടെങ്കിൽ നീ ഒരിക്കലും വീണു പോകത്തില്ല. ആമേൻ ആമേൻ. നമ്മൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ സൽപ്പേര് നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ഒരു പദവി നഷ്ടപ്പെടുമ്പോൾ, നമ്മുടേതെന്ന് കരുതി വിചാരിച്ച് പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വീണുപോകുന്ന അവസ്ഥയാവും. എന്നാൽ വിശ്വസിക്കേണ്ടത്, എൻ്റെ ഉള്ളിലുള്ളവൻ വലിയവനാണ്, എൻ്റെ ഉള്ളിലുള്ളവൻ വലിയവനാണ്. 1 യോഹന്നാൻ 4:4 ഏതാ വചനം? 1 ജോൺ ചാപ്റ്റർ 4:4. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. The one who is in me is greater than the one who is in the world. ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ് എൻ്റെ ഉള്ളിലുള്ളവൻ. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിശ്വസിക്കണം, നമ്മുടെ ഉള്ളിൽ യേശുവുണ്ട്. ആ യേശുവിനെ പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യവും സമയവും കൂടെയാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അപ്പോൾ ഈ തിന്മയുടെ നാരക ശക്തികളെ തകർത്തെറിയാൻ ദൈവത്തിന് സാധിക്കും. ആ ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ലൂക്കാസ് വിശേഷം 1 അധ്യായം 37 തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1:37, 37 തിരുവചനം. നമുക്കറിയാവുന്ന വചനമാണ്. ഏതാണ് വചനം? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എവ്രിതിങ് പോസിബിൾ ഫോർ മൈ ഗോഡ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളായിരിക്കുന്ന നിങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ലോകരാജ്യങ്ങൾ നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. അങ്ങയുടെ അത്ഭുത ശക്തി ലോകമത നേതാക്കളിലേക്ക്, ലോകരാജ്യങ്ങളുടെ നേതാക്കളിലേക്ക്,
കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി ഉച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദലണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയാ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊള്ളണമേ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ.